ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിലുള്ള എഡിറ്റ് മെനുവിലെ രണ്ട് ഓപ്ഷനെ കുറിച്ചാണ്. അതായത് എഡിറ്റ് മെനുവിലുള്ള ഫിൽ ഓപ്ഷനെ കുറിച്ചും സ്റ്റോക്ക് ഓപ്ഷനെ കുറിച്ചുമാണ്. നമുക്കിവിടെ എഡിറ്റിൽ പോകാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫിൽ ഓപ്ഷൻ, അതുപോലെ ഇതിൻ്റെ താഴെയായിട്ട് തന്നെ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കൂടി. അപ്പോൾ ഈ ഒരു ഫില്ലും അതുപോലെ സ്റ്റോക്കും എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഈ ഒരു ഫിൽ ഓപ്ഷൻ്റെ ഷോർട്ട് കീ ആയിട്ട് വരുന്ന ഷിഫ്റ്റ് F5 ആണ്. ഞാൻ ഈ ഒരു ഫില്ലൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഫിൽ ഓപ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഓപ്ഷനായിട്ട് കണ്ടൻസ് കാണാം. ഇതിന് താഴെ യൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതിനകത്ത് നമ്മൾ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോർഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ കളർ, പാറ്റേൺ, ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫില്ല് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള കളറോ അല്ലെങ്കിൽ പാറ്റേൺസോ ഒക്കെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിൽ ഓപ്ഷനകത്ത് പോകാം. ഞാൻ ഫില്ലിൻ്റെ ഷോർട്ട് കീ ആയിട്ടുള്ള ഷിഫ്റ്റ് F5 പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർഗ്രൗണ്ട് കളർ ഉണ്ട്. അതായത് ഈ ഒരു ഫോർഗ്രൗണ്ട് കളർ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫോർഗ്രൗണ്ടിനകത്ത് സെലക്ട് ആയിട്ടിരിക്കുന്ന കളർ ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിനകത്ത് ഫില്ല് ആവുന്നതാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വൈറ്റ് കളറാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടിരിക്കുന്നത്. ഈ ഒരു കളർ ആയിരിക്കും ഈ ഒരു റെക്റ്റാങ്കിളിനകത്ത് ഫില്ല് ആവുക. ഇനി അതിന് തൊട്ട് താഴെയായിട്ട് കളർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കളറാണ് ആവശ്യമുള്ളതെന്ന് ഇവിടുന്ന് പിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ നിന്നൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിവിടെ വന്നതിന് ശേഷം ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രീൻ കളർ ഇവിടെ ഫില്ലായിരിക്കും നിങ്ങൾക്ക് കാണാം. അതുപോലെ ഈ ഒരു കളറിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടന്റ് അവെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതുപോലെ പാറ്റേണും കാണാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പാറ്റേൺ ആദ്യം സെലക്ട് ചെയ്യാം. ഈ ഒരു പാറ്റേൺ ഞാൻ സെലക്ട് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെയായിട്ട് കസ്റ്റം പാറ്റേൺ എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നതാണ്. ഇതിനകത്ത് കുറച്ച് പ്രീസെറ്റ് പാറ്റേൺസ് നിങ്ങൾക്ക് കാണാം. നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പാറ്റേൺ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിനകത്ത് ആ പാറ്റേൺ വരുന്നതാണ്. അതുപോലെ ഈ ഒരു പാറ്റേണിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂസ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിതിനൊന്ന് അൺഡു ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ മറ്റൊരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ പോയതിന് ശേഷം ഇതുപോലുള്ള പാസ്പോർട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഒരു ഫോട്ടോനെ നമ്മൾ പാസ്പോർട്ട് സൈസിനകത്തേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫോട്ടോയുടെ ഒന്നിൽ കൂടുതൽ കോപ്പിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷീറ്റിനകത്ത് ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു ഈസി ആയിട്ടുള്ള മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മളൊരു ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലാങ്ക് ഡോക്യുമെൻറ്റിനകത്ത് നമ്മൾ മാക്സിമം ഫോട്ടോ ഫില്ല് ചെയ്തതിന് ശേഷം പ്രിൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു ഫോട്ടോ ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഡോക്യുമെൻറ്റിനകത്തേക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആൾട്ട് കീ പ്രസ് ചെയ്ത് ഇതുപോലെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒരുപാട് സമയം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോ ഈ ഒരു ഡോക്യുമെൻറ്റിനകത്ത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു പാസ്പോർട്ട് സൈസിലാക്കിയിട്ടുള്ള ഫോട്ടോയിൽ ഞാൻ പോകുന്നുണ്ട്. അതിനുശേഷം നമ്മൾ Ctrl+A പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെലക്ഷൻ വന്നിരിക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന എഡിറ്റിൽ പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ റിഫൈൻ പാറ്റേൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും നെയിം കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോക്യുമെൻറ്റ് നെയിം തന്നെ ഇവിടെ കാണുന്നതാണ്. അതിനുശേഷം നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോ പാറ്റേൺ ആയിട്ട് മാറുന്നതാണ്. ഇവിടെ നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഡോക്യുമെൻറ്റിനകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡോക്യുമെൻറ്റ് ഞാൻ പ്രത്യേക സൈസോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഫോട്ടോ പേപ്പറിൻ്റെ സൈസ് നിങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇവിടെ ഫിൽ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഈ ഒരു പാറ്റേണിനകത്ത്, അതായത് ഈ ഒരു കസ്റ്റം പാറ്റേൺ ഓപ്ഷനകത്ത് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇനി ഞാൻ ഈ ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു ഷീറ്റിനകത്ത് ഫുള്ളായിട്ട് തന്നെ ഈ ഒരു ഫോട്ടോ ഫില്ല് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഫോട്ടോയോ അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വർക്കുകളൊക്കെ നിങ്ങളൊരു A3 അല്ലെങ്കിൽ ഫോട്ടോ പേപ്പറിലൊക്കെ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കോപ്പിക്കായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫില്ലിനകത്തുള്ള പാറ്റേണിൻ്റെ യൂസ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു കണ്ടന്റ് അവെയർ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മറ്റൊരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാനൊരു ഇമേജ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഇമേജിനകത്ത് നിങ്ങൾക്ക് കാണാം ഒരു ടേബിളുണ്ട്. ഈ ടേബിളിന് മുകളിലായിട്ട് ഒരു പ്ലാന്റ് ഇവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എനിക്ക് ഈ ഒരു ഇമേജിനകത്ത് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ക്ലോൺ സ്റ്റാമ്പ് ടൂളൊക്കെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എഡിറ്റിംഗ് ടൂൾസൊക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം എടുക്കാറുണ്ട്.
അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഒരുപാട് പെർഫെക്ഷൻ ഒന്നും ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാന്റ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടന്റ് അവെയർ ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഈ റിമൂവ് ചെയ്യേണ്ട ആ ഒരു പോർഷൻ നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ പെൻ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഇമേജിനെ സെലക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റഫായിട്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഫിൽ ഓപ്ഷൻ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ഒരു യൂസിനകത്ത് പോയതിന് ശേഷം കണ്ടന്റ് അവെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇമേജ് റിമൂവ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് ഡീസെലക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഇമേജിനകത്ത് ആ പ്ലാന്റ് റിമൂവ് ആയിട്ടുണ്ട്. ഇത് ഒരു 100% പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു 99% ഇവിടെ വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു ടേബിളൊക്കെ ഇവിടെ എക്സ്റ്റെൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സ്പീഡായിട്ട് ചെയ്യേണ്ട ഒരു വർക്കിനകത്ത് ഈ ഒരു കണ്ടന്റ് അവെയർ ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. എന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പെർഫെക്ഷനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൻ്റെ പുതിയ CC വെർഷനിലൊക്കെ കണ്ടന്റ് അവെയർ ഫിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. ആ ഒരു ഓപ്ഷനകത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫില്ലിൻ്റെ യൂസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന സ്ട്രോക്കിനെ കുറിച്ചാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടേക്ക് ഒരു ഫോട്ടോ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോട്ടോ ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഡോക്യുമെൻ്റ് കൊണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോനെ ഒന്ന് സെലക്ട് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഈ ഒരു തമ്പനെയിലിനകത്ത് കൺട്രോൾ കീ പ്രസ് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഫോട്ടോയിൽ സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ വീണ്ടും എഡിറ്റിൽ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സ്റ്റോക്കാണ്. അതിന് തൊട്ട് താഴെയായിട്ട് വിഡ്ത്ത് വരുന്നുണ്ട്. ഈ ഒരു വിഡ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ള ആ ഒരു സ്റ്റോക്കിന് എത്രത്തോളം തിക്ക് വേണമെന്നാണ്. ഇവിടെ നമുക്കൊരു 4 പിക്സൽ തന്നെ കീപ്പ് ചെയ്യാം. അതിനുശേഷം തൊട്ട് താഴെ കളർ വരുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടുന്ന് വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിന് തൊട്ട് താഴെ ലൊക്കേഷനുണ്ട്. ഈ ഒരു ലൊക്കേഷനകത്ത് ഇൻസൈഡ്, സെൻറ്റർ, ഔട്ട്സൈഡ് എന്ന് 3 ഓപ്ഷൻസ് കാണാം. ഇതിനകത്ത് ഇൻസൈഡാണ് സെലക്ട് ആയിട്ടിരിക്കുന്നത്. അതായത് ഇൻസൈഡ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സെലക്ഷൻ അകത്തായിരിക്കും സ്റ്റോക്ക് വരിക. അതുപോലെ നമ്മൾ സെൻറ്ററാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സെലക്ഷന് സെൻട്രലായിട്ടായിരിക്കും വരിക. നമുക്ക് ഈ ഒരു ഇൻസൈഡ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഇതിനെ ഞാനൊന്ന് സൂം ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു സെലക്ഷൻ്റെ അകത്തേക്കായിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഇതിനെ ഒന്ന് അൺഡു ചെയ്യുന്നുണ്ട്. ഇനി വീണ്ടും നമുക്ക് സ്റ്റോക്ക് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഷോർട്ട് കീ ആയിട്ട് വരുന്ന Alt+ES ആണ്. ഇനി അടുത്തായിട്ട് നമ്മൾ സെൻറ്റർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു സെലക്ഷൻ്റെ സെൻട്രലായിട്ടാണ് സ്റ്റോക്ക് വന്നിരിക്കുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഔട്ട്സൈഡ് ആണ്. അതുകൂടി നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ സെലക്ഷൻ്റെ ഔട്ട്സൈഡ് ആയിട്ടാണ് സ്റ്റോക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് 3 രീതിയിൽ സ്റ്റോക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ഇത്തരത്തിൽ നമ്മൾ ഫോട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനൊരു സ്റ്റോക്കോ കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കൊടുക്കാവുന്നതാണ്. സ്റ്റോക്കിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം ഈ ഒരു ചാനലിനകത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാം.